സത്യം പറഞ്ഞ ആ ടെൻഡർ ഫയൽ ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നു. അയ്യോ, എന്നുവെച്ചാൽ സാന്ദ്ര മാഡം ജോലിക്ക് വരാത്തതിന് കാരണം ഞാനാണെന്നാണോ സാർ പറയുന്നത്? ഏയ്, മാഡം കാരണമാണെന്ന് ഞാനെപ്പോ പറഞ്ഞു? ആക്ച്വലി ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ടായെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും രവിവർമ്മൻ സാറ് വരുമ്പോ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സാറ് വരുന്നവരെ മാഡം വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ചേട്ടായി, ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ചേട്ടായി ഇല്ലേ ഇവിടെ? സാന്ദ്ര മാഡത്തിനോട് എന്തോ ഡിസ്കഷന് വേണ്ടി പുറത്തു പോയിരിക്കുക സർ. ഓ ഐ സി. ശ്രീലക്ഷ്മി, താൻ ആ കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്തോ? അതിനാണോ ഇന്ന് വന്നത്? ചേട്ടായി സൂചിപ്പിച്ചിരുന്നു. യെസ് സർ, അതിനാ വന്നത്. സൈൻ ചെയ്തോ? പേപ്പേഴ്സ് അവിടെ തരൂ നോക്കട്ടെ. ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല സർ. പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? അല്ല, കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, വി ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്. ഏയ്, ഒന്നുമില്ല സർ. ചേഞ്ചസ് ഒന്നും വേണ്ട, എല്ലാം എനിക്ക് സമ്മതമാണ്. സമ്മതമാണെങ്കിൽ പിന്നെ വേറെ എന്താ പ്രോബ്ലം? എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കം ഓൺ ശ്രീലക്ഷ്മി, സൈൻ ദ പേപ്പേഴ്സ് നൗ. ഓ മൈ ഗോഡ്, സർ ഇങ്ങോട്ട് കയറി വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 മിനിറ്റിനകം വരാം. ഈ മെഡിസിൻ ഒന്ന് കൊടുത്തിട്ട്. സർ, ഇതാണ് എന്റെ അമ്മ. പാരാലിസിസ് വന്ന് കിടപ്പിലാണ്. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ആക്ച്വലി. നമസ്കാരം. ഞാൻ രവിചന്ദ്രവർമ്മൻ. ഞാനും സാൻഡ്രയും ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എന്താ സാറിന് സുഖാണോന്ന് അമ്മ ചോദിക്കുന്നേ? സുഖമായിരിക്കുന്നമ്മേ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? കൊടുക്കാമ. സാറ് ചായ അധികം കുടിക്കാറില്ല. ഗ്രീൻ ടീയാ ഇഷ്ടം. ഞാൻ ഉടനെ ഉണ്ടാക്കി കൊടുത്തോളാം. അമ്മ എന്താ പറയുന്നത്? എന്താ അമ്മേ? സർ സംസാരിക്കൂ സർ. ഇറ്റ്സ് ഓക്കേ. മോള് അമ്മ പ്ലീസ് മതി. ഹലോ. ഹലോ സർ. ഞാൻ ഒരു തവണ ഫോൺ കട്ട് ചെയ്താൽ അതിന്റെ അർത്ഥം ഞാൻ ബിസിയാണെന്ന്. പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ? ഹലോ ഹലോ. ഞാൻ എന്നും എപ്പോഴും തന്നോടൊപ്പം ഉണ്ടാവുന്ന അല്പം പോലും ചിന്തിച്ചില്ല താൻ. Now I am telling you,
just remember one thing every day. I am there for you. I'm always there for you. കൂടെ ഉണ്ടാവും ഏത് കാര്യത്തിനും. Happy? Well, I don't know what to say, sir. I'm extremely happy now. ശ്വാസം മുട്ടുന്ന സമയത്ത് തണുത്ത കാറ്റ് വീശുന്ന പോലെയുണ്ട് സാർ ഇപ്പോ. എന്റെ ലൈഫില് ആരും ഇല്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. ഇന്നത് മാറി. And it happened just because of you. So I thank you, sir. Thank you very much. Hey, come on. It's my pleasure. ആ റാഫി, മെയിൽ അയച്ചിട്ടുണ്ടേ, നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിക്കേ. ആ ആ താൻ ഇപ്പോഴും അവിടെ നിൽക്കുവാണോ? വാട്ട്സ് റോങ് വിത്ത് യു ശ്രീലക്ഷ്മി? ഒരു സൈൻ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് എന്തിനാണ്? സി, യു ഷുഡ് ട്രസ്റ്റ് മീ ഫസ്റ്റ്. അന്ന് ടെൻഡർ ഫയലിന്റെ കാര്യത്തിൽ പറ്റിയ അബദ്ധത്തിന് വി ആർ വെരി സോറി അബൌട്ട് ഇറ്റ്. ഇനി അതുപോലത്തെ മിസ്റ്റേക്സുകളൊന്നും ഈ ഓഫീസിൽ ഉണ്ടാവില്ല. അയ്യോ സർ, അതൊന്നും അല്ല കാര്യം. ഞാനതൊക്കെ അപ്പൊ തന്നെ മറന്നു കഴിഞ്ഞതാ. പിന്നെ ഒരു സൈൻ ചെയ്യുന്നതിന് എന്തിനാ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? കമോൺ, സൈൻ ദ പേപ്പേഴ്സ്. കമോൺ 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 കമോൺ. ഹലോ രേഖ, വാട്സ്ആപ്പ്. രഘു, എനിക്ക് രഘുവിന്റെ അടുത്ത് ഒരു വെരി വെരി ഇമ്പോർട്ടന്റ് വിഷയം സംസാരിക്കാനുണ്ട്. രഘു പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. ഏയ് നോ 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 രേഖ, ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് എ മീറ്റിംഗ്. നമുക്ക് വൈകുന്നേരമേ കാണാൻ പറ്റൂ. ഹലോ രേഖ. ഹലോ 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 രേഖ. എന്ത് മിഡിൽ ഓഫ് ദ മീറ്റിംഗ് ആണെങ്കിലും ഞാൻ ഇമ്പോർട്ടന്റ് വിഷയമാണെന്ന് പറഞ്ഞിട്ടും എന്റെ വാക്കിന് ഒരു വിലയും ഇല്ല അല്ലേ? അപ്പൊ അത് രേഖ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഞാൻ ഓഫീസിൽ വന്ന് കേറിയതേ. ഓക്കെ ഓക്കെ ഫൈൻ, ഞാൻ രഘുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്റെ വാക്കിനും ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യത്തിനും വില കൽപ്പിക്കുന്ന ആളല്ല എന്റെ ഭർത്താവെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, യു ജസ്റ്റ് ക്യാരി ഓൺ. ഓഫീസിലെ പണി നടക്കട്ടെ, ഞാൻ ഫോൺ വെക്കുന്നു. രേഖ, വെയിറ്റ് 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 വെയിറ്റ്, ഞാൻ വരാം ഞാൻ വരാം. ഹലോ ഹലോ ഹലോ. ഓ മൈ ഗോഡ്, ഇതൊരു തൊന്തരവാവോലോ. ആ ശ്രീലക്ഷ്മി, താൻ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് രാജാറാമിന്റെ കൈ കൊടുത്താൽ മതി. ശരി സർ. ആ രാജാറാം സർ, ഐ ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി. വീട്ടിൽ ചില അത്യാവശ്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ സർ. ശരി, തൽക്കാലം 2 വർഷം തന്നാൽ എങ്ങനെ ഇരിക്കും? 2 വർഷോ? വാട്ട് യു മീൻ? നീ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചില്ലേ? അപ്പോ 2 വർഷം നിന്നെ ജയിലിനകത്ത് ഇടട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ജയിലിലൊക്കെ ഇപ്പൊ നല്ല ശാപ്പാണ്. അത് രഘു തന്നെ അങ്ങ് കഴിച്ചാ മതി. എന്റെ മനസ്സിലിപ്പോ ബ്രദർ ലോയോട് വളരെ ബഹുമാനോ.
ഇനി ഒരിക്കലും ഞാൻ ബ്രദർ ഇൻ ലോയോട് റൂഡായിട്ട് സംസാരിക്കില്ല രഘു. ഹീസ് റിയലി എ നൈസ് പേഴ്സൺ. കുറെ നേരമായിട്ട് ഞാൻ ബ്രദർ ഇൻ ലോയെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീസ് എൻ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സാധാരണക്കാരുടെ വീട്ടില് സീക്രട്ട് റൂമൊക്കെ ഉണ്ടോന്ന്. ഞാൻ എവിടെയും കേട്ടിട്ടേ ഇല്ല. ഈ സാധാരണക്കാരുടെ വീട്ടില് ടെൻഷൻ വരുമ്പോ ആരെങ്കിലും തോക്കെടുത്ത് ഫയറിംഗ് നടത്താറുണ്ടോ? നോ. ഈ ബ്രദർ ഇൻ ലോ വലിയ വ്യക്തി മാത്രമല്ല, ഒരുപാട് രഹസ്യങ്ങളുടെ കലവറ കൂടിയാണെന്ന എന്റെ ഒരു സംശയം. എനിക്ക് തോന്നുന്നത് ബ്രദർ ഇൻ ലോ ഇഷ്ടപ്പെട്ട ഏതോ ഒരു പെൺകുട്ടി വേറെ കല്യാണം കഴിച്ച് പോയി കാണുമെന്ന. അതിന്റെ നൈരാശ്യത്തിലായിരിക്കും ബ്രദർ ഇൻ ലോ ഇങ്ങനെ ഒറ്റയാന്തടിയായിട്ട് നടക്കുന്നത്. അല്ലെങ്കിലും ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ട കാര്യം എന്താ? എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ബ്രദർ ഇൻ ലോയെ നമുക്ക് കല്യാണം കഴിപ്പിക്കണം. അപ്പോഴേക്കും സത്യം പുറത്തു വരുമല്ലോ, ഈ ബ്രദർ ഇൻ ലോയുടെ സീക്രട്ട് റൂമിന്റെ സീക്രട്ട് എന്താണെന്ന്. രഘു, ശ്രീലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തായിടി ഫയലൊക്കെ ഒപ്പിട്ട് നീ വലിയ മാനേജർ മാഡം ഒക്കെ ആയോ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇനി ശമ്പളമൊക്കെ കൂടുതൽ കിട്ടുമല്ലോ അല്ലേ? അങ്ങനെ ഒരുപാട് ശമ്പളം കിട്ടുവാണെങ്കിലേ ശ്രീലക്ഷ്മി നമുക്ക് ട്രീറ്റ് നടത്തണം കേട്ടോ. ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ്. നീ ഇങ്ങനെ വെറുതെ തംസപ്പ് കാണിക്കാതെ കാര്യം പറ ശ്രീ. നിനക്ക് ഈ സ്ഥാനക്കയറ്റം കിട്ടിയപ്പോ സാന്ദ്ര മാഡത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതാ വലിയ വിഷമായി പോയത് കൃഷ്ണ. സാന്ദ്ര മാഡത്തിന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുക. ഷീസ് ഇൻ എ സിങ്കിങ് സ്റ്റേജ്. സാന്ദ്ര മാഡത്തിന് അമ്മയുണ്ടോ? അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോഴല്ലേ പണ്ട് ശ്രീലക്ഷ്മിക്ക് ലണ്ടനിൽ പോകാൻ ചാൻസ് കിട്ടിയത്? ഓ, അവരല്ലേ ആള്. എന്തെങ്കിലുമൊക്കെ കള്ളം ജയിക്കാൻ അച്ഛനെ വേണമെങ്കിൽ അമ്മയും ആക്കും, അമ്മയെ വേണമെങ്കിൽ അമ്മായിയും ആക്കും. കാഞ്ഞ ബുദ്ധിയാ. എവിടെ എങ്ങനെ എന്ത് കള്ളം പറയുന്ന പറയാനും പറ്റില്ല. ഇതും അതുപോലൊരു ട്രാപ്പ് ആവാനാ സാധ്യത. ഏയ്, അങ്ങനെയല്ല കൃഷ്ണ. ഇത് രവിവർമ്മൻ സാർ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയ കാര്യ. പാവം, ആ അമ്മ വർഷങ്ങളായിട്ട് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുക. മാഡം ഓഫീസിൽ പോയാ പിന്നെ നോക്കാനായിട്ട് ആളില്ല. ആണോ? ഇത്രയും സിമ്പതി ആണെങ്കിൽ പിന്നെ നീ തന്നെ പോയി നിന്ന് ശുശ്രൂഷിക്കാത്തത് എന്താ? അല്ലെങ്കിൽ നിന്റെ അമ്മയെ അയച്ചാ മതി. ആന്റിയുടെ സംസാരം കേട്ടാ മതി. ഏത് തളർന്നു കിടക്കുന്ന ആളും എണീറ്റ് ഓടിക്കോളും. നീ അങ്ങനെ കളിയാക്കണ്ട. മാഡത്തിന്റെ അമ്മയുടെ കാര്യം കേട്ടപ്പോ എനിക്ക് നല്ല സങ്കടമായി. അതുകൊണ്ട് ഞാൻ നമ്മുടെ മായേച്ചയെ വിളിച്ച് ഇങ്ങോട്ട് വരുമോന്ന് ചോദിച്ചിരിക്കുക, സാന്ദ്ര മാഡത്തിന്റെ വീട്ടിലേക്ക് അയക്കാൻ. ആര്? നിന്റെ വല്യമ്മയുടെ മോള് സിസ്റ്റർ മായയോ? അതെ, മായേച്ചി തന്നെ. ഹായ്, അടിപൊളി. മായേച്ചി വന്നാ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമും കപ്പലണ്ടി മുട്ടായി ഒക്കെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നാൾ ഓണത്തിനോട് വന്നു നിന്നപ്പോ കോളായിരുന്നു. അന്നൊക്കെ മായേച്ചിക്ക് ഹോസ്പിറ്റലിലെ ജോലി ഉണ്ടായിരുന്നു. പിന്നീട് ഹോസ്പിറ്റൽ മുറ്റത്ത് ശമ്പള വർധനവിന് സമരം ഉണ്ടായപ്പോ കുറെ പേരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ മായേച്ചിയും പെട്ടു. ഇപ്പൊ ആളൊരു ജോലി അന്വേഷിക്കുക. അതാ ഞാനും വിചാരിച്ച് മായേച്ചി സാന്ദ്ര മാഡത്തിന്റെ വീട്ടിലേക്ക് അയക്കാന്ന്. ശ്രീകുട്ടി, പറഞ്ഞു തീർന്നില്ലല്ലോ. നീ ആളെത്തി. ഇല്ല സർ, ഞാൻ വീട്ടിൽ പോയിട്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഉടൻ പോകാനായിട്ട് ഇത്ര ധൃതി എന്താ എനിക്ക്? ആ, ഇരിക്കടോ, ഭക്ഷണം ഇപ്പൊ എത്തും. ഇവിടെ അഴകായി മിന്നും നിന്നിൽ എന്നും
സാർ ആ ദേ നോക്ക്, നമ്മുടെ അന്നദാതം എത്തിയല്ലോ. നജീബ് അവിടെ വെക്കൂ. അല്ല, മാഡം ഇവിടെ ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ മാഡത്തിനോട് ഭക്ഷണം കൊണ്ടുവരായിരുന്നു. ഏയ് കുഴപ്പമില്ല, ഞങ്ങൾ ഇതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചോളാം. നജീബ് പോയിക്കാം. അയ്യോ അത് വേണ്ട സർ, പകുതി കഴിച്ച സാറിന്റെ വയറെന്നറിയില്ല. ഷെയർ ചെയ്ത് കഴിച്ചാ ഏത് വയറെന്നറിയോന്നാ പറയാറുള്ളത്. എന്നാലും വേണ്ട സർ, സാറിന് കൊണ്ടുവന്നല്ലേ, സാറ് കഴിച്ചോളൂ. അല്ലെങ്കിൽ നജീബിക്ക ഫുഡ് ഒരെണ്ണം കൂടി കൊണ്ടുവരാൻ പറ്റുമോ? ശരി വേണം, ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ഇരിക്കോളൂ. യു നോ സംതിങ്, സാൻഡ്ര മടങ്ങി വന്ന ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നേരെയാകുന്നതുവരെ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും ടെൻഷൻസ്. സർ, അതിനും ഇതിനും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് എന്റെ പക്ഷം. വിശന്നിരുന്നാൽ അന്നപൂർണേശ്വരി കോപിക്കുന്ന അമ്മ പറയാറുള്ളത്. ഓ അത് ശരി. പക്ഷെ അന്നപൂർണേശ്വരിയാണോ അതോ ശ്രീലക്ഷ്മി പൂർണേശ്വരിയാണോ? എനിക്കൊരു സംശയം. കുഴപ്പമില്ല, ഞാൻ അമ്മയെ നന്നായിട്ട് നോക്കിക്കോളാം. വിശ്വസിക്കാൻ കുട്ടിക്ക്. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് മാത്രമല്ല, കുട്ടിക്കുള്ള ഭക്ഷണവും കൂടി ഞാൻ ഉണ്ടാക്കി വെക്കാം. ഞാനെന്തായാലും ഇവിടെ ഉണ്ടല്ലോ. ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ടാ. അയ്യോ, തീർച്ചയായിട്ടും സന്തോഷം. ഞാനിത് എങ്ങനെ പറയൂന്ന് ആലോചിക്കുകയായിരുന്നു. ചേച്ചി തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് നന്നായി. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ്. എനിക്കും സമാധാനത്തോടെ ഓഫീസിൽ പോവാം. ചിലപ്പോ ഓഫീസിൽ നിന്ന് വരുമ്പോ ലേറ്റ് ആവും. ദിവസവും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആഹാരം എടുത്ത് കഴിച്ച് മടുത്തുപോയി. താങ്ക് യു വെരി മച്ച് മായ ചേച്ചി. പിന്നെ ശമ്പളത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതിനെപ്പറ്റിയൊന്നും ഇവിടെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നെ. ശമ്പളത്തിന്റെ കാര്യമെല്ലാം കമ്പനിയാ നോക്കുന്നേ. ഓ ഐ സീ, ദാറ്റ്സ് നൈസ്. ദാ ഇത് നോക്കിക്കോളൂ, ഞാനിപ്പോ വരാം. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊന്നുമില്ല അമ്മേ, ഞാൻ വേറെന്തോ ഓർത്തപ്പോ ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ചേട്ടായി പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അറിയാതെ പറഞ്ഞ് സർപ്രൈസ് കളഞ്ഞേനെ. ചില സമയങ്ങളിൽ എന്റെ ഒരു കാര്യം. രഘു നിക്ക്, നീ എന്ത് പ്ലാനാ ചെയ്തു വെച്ചിരിക്കുന്നത്? പറഞ്ഞിട്ട് പോയാ മതി. അയ്യോ, എന്റെ അമ്മ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടായി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞാലും ഇല്ലെങ്കിലും ദേ, ഞാനൊരു കാര്യം ഇപ്പോഴേ പറയുക. എന്റെ ബർത്ത്ഡേക്ക് വലിയ ആഘോഷമൊന്നും വേണ്ട ഇവിടെ. നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെ നടന്ന പൂരകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി അതുപോലൊന്ന് എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര തന്നെ. അതെന്നെ ഒന്ന് കുത്തിയതാണല്ലോ. വരട്ടെ, എനിക്കും കിട്ടും അവസരം. ദാറ്റ്സ് ഗുഡ്. എന്നാ കേട്ടോളൂ, അവിടെ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു ഹെഡിനെ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. സംവാട്ട് ലൈക്ക് യുവർ ഈക്വൽ പൊസിഷൻ. ആ വരുന്ന ഹെഡിന് എന്റെ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞറിയിക്കണം. കൂട്ടത്തിലൊരു ഷേക്ക് ഹാൻഡും ഹഗും കിസും കൂടി നൽകിയ കൂടുതൽ സന്തോഷമാകും എനിക്ക്. ബട്ട് മാം, അത് രാജനന്ദിനി സാരീസ് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ അതൊരു പുതിയ പ്ലാനിങ്ങാ. അതിനൊരു പുതിയ ഹെഡ് ഉണ്ടാവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അയാൾക്ക് കൊടുക്കാൻ ഞാനൊരു ബൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. സാന്ദ്ര വേണം എനിക്ക് വേണ്ടി അത് കൊടുക്കാൻ. നോ നോ നോ, സോറി മാം. നമ്മുടെ കമ്പനിയിലെ ടിൽ ഡേറ്റ് രാജനന്ദിനി സാരീസിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പിന്നെങ്ങനെയാ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു ഹെഡ് വരുന്നത്? ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാ. മാഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു തോന്നുന്നു. ഓക്കെ,
അങ്ങനെയെങ്കിൽ അങ്ങനെ. യു നീഡ് ടു ക്യാച്ച് അപ്പ് എ ലോട്ട്. ഞാനൊന്നും പറയുന്നില്ലേ. പൂരം കാണാൻ ഇറങ്ങിക്കഴിഞ്ഞവരോട് ഞാനത് വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. എനിവേസ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ആദ്യം അമ്മയോടും അവളുടെ വീട്ടുകാരോടും വേണം സംസാരിക്കാൻ. താങ്ക്സ് ലോട്ട്. രാജാറാം, അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അന്ന് ശ്രീലക്ഷ്മിയെ അമ്മയ്ക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. അത് കഴിഞ്ഞ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ നീ നേരത്തെ പറഞ്ഞില്ലേ, കൊട്ടിന്റെ കൂടെ ഒരു പാട്ടും പാടും ഞാൻ. ദാ ഇങ്ങനെ. ഒട്ടകത്തെ കെട്ടിക്കോ, കെട്ടിയാകെ ഒട്ടിക്കോ, വട്ടവട്ട പട്ടുകാരി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഹായ്, ഗുഡ് മോർണിംഗ്. ഹൗസ് എവറിത്തിങ്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് മാഡം. ആൻഡ് വെൽക്കം ബാക്ക് മാഡം. മാഡം ഇല്ലെങ്കിൽ ഈ ഓഫീസിൽ ഒരു ഐശ്വര്യം ഇല്ല. എല്ലാവർക്കും ഉറക്കം തൂങ്ങിയ മട്ട. അതെ മാഡം, ഇടയ്ക്കുള്ള മാഡത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാ ഞങ്ങൾക്കൊരു എനർജി വരുന്നത്. വി മിസ് യു ലോട്ട്. ആഹാ, അതൊക്കെ കഴിഞ്ഞല്ലോ. അല്ല, എന്തിനാ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ? എല്ലാം എനിക്ക് വേണ്ടി രവിവർമ്മൻ സാർ ചെയ്യിച്ചതാണോ എന്റെ കമ്മിങ് ബാക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ? ഓഫ് കോഴ്സ് യെസ്. സാന്ദ്രമയുടെ ഉടൻ വരുമെന്ന് സാറ് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്നെന്തോ സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നുന്നു. ദാറ്റ്സ് നൈസ്. എനിവേ, താങ്ക് യു ആൻഡ് കീപ് ദി സ്പിരിറ്റ്. നൗ യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. ഓക്കെ മാം. ഓക്കെ.